അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മായിൻ അമ്മാബാദ്. മതവും നിരീശ്വരവാദവും സംവാദത്തിൽ ഏർപ്പെടുന്ന ഏത് ഘട്ടത്തിലും നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ, ദൈവനിഷേധികളായിട്ടുള്ള ആളുകൾ അവർ സ്ഥിരം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വക്താക്കളായി നടക്കുന്ന ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6-ാം നൂറ്റാണ്ടിലെ 7-ാം നൂറ്റാണ്ടിലെ പഴഞ്ചനായിട്ടുള്ള ഒരാശയമാണ്, പുതിയ കാലത്തിന് യോജിക്കാത്ത ഒരാശയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് സാധാരണ ഇവർ പറയാറുണ്ട്. ഇങ്ങനെയുള്ള സംവാദങ്ങളിൽ അവർ സ്ഥിരം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ സാധാരണ അവർ ഒന്നാമത് ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ സ്വതന്ത്രമായി നമുക്ക് ഇവിടെ ജീവിക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും അത് ആ സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുകയാണ് ആക്ച്വലി മതം ചെയ്യുന്നത്. മതം മനുഷ്യന് പാരതന്ത്ര്യമാണ്. അതുകൊണ്ട് മതം വിടണം, അല്ലെങ്കിൽ എന്താണ് ഈ മതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ഗുണം എന്താണ് എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്വാഭാവികമായും ഇത്തരം ആളുകളിൽ നിന്ന് നാസ്തികരുടെയും നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് നമ്മൾ കേൾക്കുന്ന ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് മതം? മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഹനിക്കുവാനുള്ള ഈ മതം, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ കൂടുതൽ ലിബറലായി മനുഷ്യന് ചിന്തിക്കുവാനും ഇടപഴകുവാനും ഒക്കെ സാധിക്കുകയില്ലേ എന്നാണ് അവർ ചോദിച്ചു വെക്കാറുള്ളത്. വാസ്തവത്തിൽ ജീവിതത്തിന് ചില അടുക്കും ചിട്ടയും മതം നിർദ്ദേശിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ പാരതന്ത്ര്യത്തിൻ്റെ ചങ്ങലക്കെട്ടുകളായി അതിനെ വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും നീതിപൂർവമല്ല, സത്യസന്ധമല്ല. എന്തും തിന്ന് എന്തും കുടിച്ച് എന്തും ചെയ്ത് തോന്നിയതുപോലെ യാതൊരു നിയമവും നിയന്ത്രണവുമില്ലാതെ ജീവിക്കുവാൻ ഓരോരുത്തരും തീരുമാനിച്ചാൽ എന്തായിരിക്കും നാടിൻ്റെയും ലോകത്തിൻ്റെയും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും അച്ഛനും അമ്മയും വാപ്പയും ഉമ്മയും ഒന്നും പറയുന്നത് ആർക്കും ഒരു ബാധകമല്ല. ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നു, നടക്കുന്നു എന്ന് വന്നാൽ എന്തിനേറെ തിരക്കേറിയ റോഡിലൂടെ നമ്മൾ വാഹനം ഓടിച്ച് പോകാറുണ്ട്, യാത്ര ചെയ്യാറുണ്ട്. അവിടെ പല ട്രാഫിക് നിയമങ്ങളും പാലിക്കാറുണ്ട്. ആ നിയമങ്ങളൊന്നും വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് നല്ലതായി, സുന്ദരമായ നല്ലൊരാശയമായി തോന്നാമെങ്കിലും എല്ലാവരും അങ്ങനെ യഥേഷ്ടം അവർക്കിഷ്ടം ഉള്ളതുപോലെ ഡ്രൈവ് ചെയ്ത് അതിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കാതെ ആണ് പോകുന്നതെങ്കിൽ എന്തെല്ലാം അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമെന്നത് അല്പമൊന്ന് ബുദ്ധിയുള്ള ആർക്കും ആലോചിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് മതമില്ലാത്ത ജീവിതത്തിലൂടെ എല്ലാം കിട്ടുമെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, മണ്ടത്തരമാണ്. ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് ബുദ്ധിയും വിവേകവുമുള്ള ആരും സമ്മതിക്കും, ആരും അംഗീകരിക്കും. പക്ഷെ ആര് കൊണ്ടുവരണം ആ നിയന്ത്രണം? ആരാണ് ആ നിയമങ്ങൾ അനുശാസിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെയാണ് വാസ്തവത്തിൽ ഇസ്ലാം പറയുന്നത്, എന്നെയും നിങ്ങളെയും നമ്മളെ എല്ലാവരെയും പടച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങളായി വരണം. അതാണ് ലോകത്ത് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു ഇറക്കി കൊടുത്തത്. ആ ജീവിതമനുസരിച്ച്, ആ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, അവിടെയുള്ള നിയമശാസനകൾ അംഗീകരിച്ച് അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ മതം പഠിപ്പിച്ച അടിസ്ഥാനപരമായൊരാശയമാണ് നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് അള്ള നിശ്ചയിച്ച ഒരായുഷ്കാലം പൂർത്തിയാക്കി കഴിഞ്ഞാൽ മരിച്ചു പോകുമെന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പലപ്പോഴും മനുഷ്യൻ ആ മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് അശ്രദ്ധയിലാണ് എങ്കിലും അത് സംഭവ്യമാണ്, സത്യമാണ് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. ആ മരണത്തോടു കൂടി ലോകം, ജീവിതം അവസാനിക്കുകയല്ല, മറിച്ച് ഒരു മരണാനന്തര ജീവിതമുണ്ട്. അവിടെ കൃത്യമായ വിചാരണയും അനുസരിച്ചുള്ള പ്രതിഫലവുമുണ്ട് എന്നത് മതം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ആദർശങ്ങളിൽപ്പെട്ടതാണ്. ഖുർആൻ ആവർത്തിച്ച് എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ മനുഷ്യരും മരണം രുചിക്കുക തന്നെ ചെയ്യും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഓരോരുത്തരും ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി അവർക്ക് നൽകപ്പെടുന്നത് പാരത്രിക ലോകത്ത് മാത്രമാണ്. ഇവിടെ 100 ആളുകളെ രക്ഷപ്പെടുത്തിയ ആളുകൾ ഒരുപക്ഷെ ആ രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. യുക്തിവാദികൾക്ക് അവരോട് എന്തു പറയാനാണ് സാധിക്കുക? അവരുടെ ജീവിതം അവസാനിച്ചുവെങ്കിൽ ആ സേവന പ്രവർത്തനങ്ങൾക്ക് ആരാണ് മുന്നിട്ട് വരിക? അതേപോലെ തന്നെ 100 ആളുകളെ കൊന്നുകളഞ്ഞ ആളുകളുണ്ടാകും ഇവിടെ.
അവരുടെ രാഷ്ട്രീയ സ്വാധീനം, സാമ്പത്തികമായ കഴിവ്, മിടുക്ക് ഇവയെല്ലാം വെച്ചുകൊണ്ട് നിയമങ്ങളുടെ മുന്നിൽ അവർ രക്ഷപ്പെട്ടു പോകുമ്പോൾ അവർക്ക് കൃത്യമായി ശിക്ഷ കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നത് വ്യക്തമാണ്. അതാണ് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. പരലോകത്താണ് കർമ്മങ്ങളുടെ പ്രതിഫലം തികച്ചും പൂർണ്ണമായി നൽകപ്പെടുന്നത് എന്ന അടിസ്ഥാനപരമായ ബുദ്ധി അംഗീകരിക്കുന്ന, മനുഷ്യൻ്റെ മനസാക്ഷി ആഗ്രഹിക്കുന്ന ആ ആശയം മതം പഠിപ്പിക്കുന്നത്. അതിനാൽ ഈ ലോകത്ത് നേരിടേണ്ടി വരുന്ന ഏത് പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അവയോട് മതം അനുശാസിക്കുന്ന വിധത്തിൽ പോസിറ്റീവായി സമീപിച്ചാൽ പരലോകത്ത് പ്രതിഫലമുണ്ട്, നന്മയുണ്ട് എന്ന് മതം അനുശാസിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ. ഒരു വിശ്വാസിയെ, മതം അംഗീകരിക്കുന്ന, പടച്ചവനെ അംഗീകരിക്കുന്ന, നിയമശാസ്ത്രങ്ങൾ അനുസരിക്കുവാൻ സന്നദ്ധരായ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ക്ലേശവും സങ്കടവും ദുഃഖവും രോഗവും എന്ന് വേണ്ട ഹത്ത ശൗക്കത്ത യുശാക്കുഹ, നടന്നു പോകുമ്പോൾ കാലിൽ തറക്കുന്ന ഒരു മുള്ളു പോലും അയാൾക്ക് ദോഷമല്ല, നഷ്ടമല്ല. അത് നിമിത്തം അയാളുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുന്നു, പരലോകത്ത് അല്ലാഹു പ്രതിഫലം നൽകുന്നു, പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും എന്നാണ് മതം പഠിപ്പിക്കുന്നത്. എന്നാൽ നിരീശ്വര നിർമ്മതവാദികൾക്ക് കൃത്യമായൊരു ജീവിത ലക്ഷ്യമോ മാർഗനിർദ്ദേശങ്ങളോ മനുഷ്യന് നൽകാനില്ല എന്നത് അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. നാം എന്തിന് ജീവിക്കുന്നു എന്ന് അവരോട് ചോദിച്ചാൽ, നാം എന്തിന് കഷ്ടതകൾ സഹിക്കണമെന്ന് ചോദിച്ചാൽ, എന്തിന് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, നന്മ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യണ്ട എന്നായിരിക്കും അവർക്ക് പറയുവാനുള്ളത്. ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യവും വ്യക്തവുമായ മറുപടി അവരുടെ പക്കൽ നിന്ന് കിട്ടുവാൻ സാധ്യതയില്ല എന്നുള്ളത് നാം അറിയുന്ന സംഗതിയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുവാൻ ശ്രമിക്കുന്നതാണ് ഇവരിൽ മഹാഭൂരിപക്ഷത്തിലും നമ്മൾ കാണുന്നത്. അതല്ലാതെ സമൂഹത്തിന് നന്മ നൽകുന്ന, അതേപോലെ തന്നെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു നാസ്തികനെയും ഒരു യുക്തിവാദിയെയും ഒരു നിരീശ്വരവാദിയെയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതേപോലെ അവരുടെ തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഉണ്ടായാൽ, അത് കടബാധ്യതയായിരുന്നാലും മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളാണ് എങ്കിലും മാരകമായ ഏതെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് എങ്കിലുമൊക്കെ അവർക്കുണ്ടാകുന്ന അവസാന കൈ എന്താണ് എന്ന് ചോദിച്ചാൽ ആ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ആത്മഹത്യയെ സമീപിക്കുകയായിരിക്കും. ഈ രീതിയിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന അവസ്ഥയായിരിക്കും അവർ നേരിടുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഏത് പ്രതിസന്ധികൾക്കും മുമ്പിൽ ഒരു യുക്തിവാദിക്ക്, ഒരു നിരീശ്വരവാദിക്ക്, ഒരു നാസ്തികന് ചെയ്യുവാൻ സാധിക്കുക. നേരെ മറിച്ച് മതം അംഗീകരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം എൻ്റെ റബ്ബ് എനിക്ക് നൽകുന്ന ചില പാരിതോഷികങ്ങളാണ്. ഈ പരീക്ഷണത്തിലൂടെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെ അല്ലാഹു ഏറ്റവും പരീക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ തനിക്ക് ബാധിച്ച രോഗത്തെ സംബന്ധിച്ച്, തനിക്കുണ്ടാകുന്ന സാമ്പത്തികമായ പ്രയാസങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഒരു വിശ്വാസി നിരാശനാവുകയില്ല. അതുകൊണ്ട് സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്വസ്ഥതയുടെ, മതത്തിൻ്റെ തുരുത്തിലേക്ക് കയറി നിൽക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അതൊരു പഴഞ്ചൻ സംവിധാനമായി, അത് കാലഹരണപ്പെട്ടൊരാശയമായി ആർക്കും തോന്നേണ്ടതില്ല. വാസ്തവത്തിൽ മനുഷ്യനും സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കുമൊക്കെയുള്ള ഏറ്റവും നന്മയുടെ സന്ദേശങ്ങളാണ് മതം അനുശാസിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ വളരെ സുപ്രധാനമായിട്ടുള്ള 2 പോയിന്റുകളാണ് ഇവിടെ സമർത്ഥിച്ചിട്ടുള്ളത്. അല്ല, ഒന്നാമത്തെ ഒരു വിഷയം, ഇങ്ങനെ ജീവിക്കുന്ന നാസ്തികർ എന്ന് പറഞ്ഞ്, യുക്തിവാദികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെയുള്ളത് ആത്മഹത്യയാണ്. ഇത് നമ്മൾ വെറുതെ പറയല്ല, അതിനുള്ള ഡാറ്റ നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് സയൻസ് ഡയറക്റ്റിൽ വന്ന ഒരു ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കാണാൻ കഴിയുന്നത് റിലീജിയസ്നെസ് അഥവാ മതപരത, മതമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മതപരത എന്നുള്ളത് അവരെ ആത്മഹത്യയിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നാണ്. അതിൽ പറയുന്ന ഒരു കാര്യം, ഈ റിലീജിയസ്നെസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൂയിസൈഡ് മെൻറ്റാലിറ്റി എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ ഡാറ്റയും നമുക്ക് അവൈലബിൾ ആണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞത്, ഇവിടെ നമ്മളെ യുക്തിവാദികളായിട്ടുള്ള, നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നൊരു കാര്യം ചെയ്യണം, ഒരു നന്മ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിലേക്ക് കടന്നു വരണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്തായാലും ഈ രീതിയിലാണ്, ഈ ആളുകളാണ് ഒരു നിയമവും ഇല്ലാത്തൊരു 10 മിനിറ്റ്, ഈ ലോകത്ത് ഒരു നിയമവും ഇല്ലാത്തൊരു 10 മിനിറ്റ് നമ്മൾ ആലോചിച്ച് നോക്കി എങ്ങനെ ഉണ്ടാവും? എന്ത് കയോട്ടിക്കായിരിക്കും അത്, ആ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഒരു നിയമവും ഇല്ലാതെ ഒരു മനുഷ്യൻ ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ വളരെ കൃത്യമാണ് ഉത്തരം. രണ്ടാമത്തെ ഒരു ചോദ്യം, ഇവർ സ്ഥിരം ചോദിക്കുന്ന രണ്ടാമത്തെ ഒരു ചോദ്യത്തിൽ നമ്മൾ കിടക്കുകയാണ്. അതിൽ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷിക്കാനുണ്ടാവുന്ന ഇപ്പോൾ വിജയം വരികയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ
ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുമോ? ഞങ്ങൾക്ക് മനസ്സറിഞ്ഞ് എങ്ങനെയും അടിച്ചു പൊളിച്ച് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്, നിങ്ങൾക്കത് പറ്റുന്നില്ലല്ലോ എന്നാണ് ചോദ്യം. സ്വാഭാവികമായും അവർ പറഞ്ഞു വെക്കുന്നൊരു സംഗതി, മതമാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനുമൊക്കെ തടസ്സം നിൽക്കുന്നത് എന്നാണ്. കാരണം എന്താ? മതത്തിൽ മദ്യപാനം പാടില്ല, അതേപോലെ തന്നെ വ്യഭിചാരം പാടില്ല. തോന്നിയതുപോലെ ജീവിക്കുന്നിടത്ത് മതം ഇടപെടുന്നു എന്നുള്ളത് കൊണ്ട് സന്തോഷത്തിനും ആഹ്ലാദത്തിനും മതം എതിരാണ് എന്ന് അവർ പറഞ്ഞു വെക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഒരിക്കലും സന്തോഷത്തിനും ആഹ്ലാദത്തിനും മതം എതിരല്ല. മറിച്ച് നിയതമായ മാർഗങ്ങളിലൂടെ സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും എമ്പാടും അവസരങ്ങൾ മതം നൽകുന്നു എന്ന് മാത്രമല്ല, അവക്കെല്ലാം സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ പ്രായോഗിക രൂപം കൂടി മതം നിർവചിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, മനുഷ്യൻ്റെ ഒരു വലിയ വികാരവും ആഗ്രഹവും ആവശ്യവുമാണ് ലൈംഗികത. അതാരും നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അത് കൃത്യമായി നിർവഹിക്കുവാനുള്ള മാർഗം വിവാഹത്തിലൂടെ ഇസ്ലാം തുറന്നു കൊടുത്തു. മാത്രമല്ല, ആ വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔലിം വലൗ ബിശാത്തിൻ, ഒരാടിനെയെങ്കിലും അറുത്തുകൊണ്ട് അതൊരു ഭക്ഷണം വെച്ച് ആ സന്തോഷത്തിലേക്ക് ആളുകളെ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ധാർമ്മികതയുടെയും വശമാണ് മതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ദാമ്പത്യത്തിൽ ഒരു കുട്ടി ജനിച്ചു എന്നിരിക്കട്ടെ. ആ കുട്ടി ജനിച്ച സന്തോഷത്തിൽ അയാൾ മാത്രം സന്തോഷിക്കുകയല്ല, അയാളുടെ കുടുംബക്കാരെയും അയാളുടെ സ്നേഹിതന്മാരെയും കൂട്ടുകാരെയും ഒക്കെ വിളിച്ച് അവർക്കൊരു ഭക്ഷണം കൊടുക്കാൻ, അഖീഖ അറുത്ത് അതിൻ്റെ മാംസം ആളുകൾക്ക് ഭക്ഷണമായി കൊടുക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ പ്രായോഗിക രീതി മതമാണ് വരച്ച് കാണിക്കുന്നത്. അതുപോലെ തന്നെ 2 പെരുന്നാളുകൾ മതം പഠിപ്പിക്കുന്നുണ്ട്, ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. പെരുന്നാളുകളിൽ പുതിയ വസ്ത്രം ധരിച്ച്, ഇനി ഒരു പുതിയ വസ്ത്രവും ഇല്ലെങ്കിൽ ഉള്ളതിൽ നല്ലത് തേച്ച് അലക്കി വൃത്തിയാക്കി അത് ധരിച്ച് ആ സന്തോഷത്തോടുകൂടി എല്ലാവരുമായി പങ്കെടുത്ത് നല്ല ഭക്ഷണം കഴിച്ച് അതേപോലെ തന്നെ സന്തോഷം പങ്കുവെച്ച് ആളുകളുമായി ആ ഈദിൻ്റെ ആശംസകൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഈദുൽ ഫിത്തർ. ഫിത്തർ സക്കാത്ത്, പാവപ്പെട്ട ആളുകൾക്ക് പെരുന്നാളിൻ്റെ ദിവസം ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയും സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ മാനുഷികമായ ഒരു മാർഗം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇനി ബലിപെരുന്നാളിനാണെങ്കിലോ, ആളുകൾക്ക് മാംസാഹാരം കിട്ടുവാൻ സാധ്യതയില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് കിട്ടുവാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ പേരിൽ പടച്ചറബിന് ഒരു ആരാധനയായി അർപ്പിക്കുന്ന മൃഗബലിയെ, അതിനുശേഷമുള്ള മാംസം ആ അറുക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്കുമൊക്കെ അത് എത്തിച്ചു കൊടുത്ത് അതിലും ഒരു സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും രീതി നമുക്ക് മതം പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും പേരിലുള്ള ഒരു അടിച്ചുപൊളി സംസ്കാരം അത് മതത്തിലില്ല എന്നത് സത്യമാണ്. ചില നിയന്ത്രണങ്ങൾ അവിടെയുമുണ്ട് എന്നത് ശരിയാണ്. അതാണ് മതത്തിൻ്റെ വ്യതിരിക്തതയും. സന്തോഷത്തിലും സന്താപത്തിലുമൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സന്തുലിതമായ ഒരു ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള സമീപനമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. രോഗമാണ് എങ്കിലും പ്രയാസമാണെങ്കിലും നഷ്ടങ്ങളാണെങ്കിലും എന്തുമാകട്ടെ, അതിൻ്റെ പേരിൽ നിരാശനായി മനം മടുത്ത് ഒരു മൂലയിൽ ചുരുണ്ടുകൂടുവാനല്ല മതം പറയുന്നത്. പ്രത്യുത ജീവിതത്തിലെ അനിവാര്യ ഘടകമായ പരീക്ഷണങ്ങളാണ് ഇവയൊക്കെ എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും അതുവഴി പടച്ചറബിൻ്റെ പ്രീതിയും പുണ്യവും കരസ്ഥമാക്കുവാനുമൊക്കെ മതം ആഹ്വാനം ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നകും, ഉറപ്പായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ യാഥാർത്ഥ്യമാണ്. വിശ്വാസികൾ അത് കരുതിയിരിക്കണം എന്ന് തന്നെയാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതേപോലെ സന്തോഷവേളകളിൽ അടിച്ചു പൊളിച്ച് തിമിർത്താടാനല്ല മതം പഠിപ്പിക്കുന്നത്. മറിച്ച് പടച്ചവൻ്റെ അനുഗ്രഹവും സഹായവും കൊണ്ട് കിട്ടിയതാണ് ഈ നേട്ടങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ പേരിൽ നന്ദി കാണിക്കുവാൻ തയ്യാറാവുകയും ചെയ്യണം. അതിൻ്റേതായ ബാധ്യതകൾ നിർവഹിക്കുവാൻ, സമൂഹത്തോടുള്ള ബാധ്യതകൾ, ഇല്ലാത്തവരോടുള്ള ബാധ്യതകൾ ഒക്കെ നിർവഹിക്കാൻ മതം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഉത്തമ പൗരനായി സമൂഹത്തിന് ഉപകാരമുള്ള നല്ലൊരു മനുഷ്യനായി മാറാൻ മതം പഠിപ്പിക്കുമ്പോൾ നാസ്തികർക്ക് ഇതൊന്നും ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്രമാത്രം കൃത്യമാണ് എന്നറിയുമോ? അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ.
വിശ്വാസിയുടെ കാര്യം അത്യത്ഭുതകരമാണ്. അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. അവന് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും രോഗമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും കച്ചവടത്തിൽ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും എല്ലാം അവർക്ക് ഹൈറാണ്. എന്താണ് കാരണം? അയാൾ ആഗ്രഹിച്ചതുപോലെ ഒരു നല്ല കാര്യം സംഭവിച്ചാൽ അയാൾ അതിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയും ഞാനാണ് എല്ലാം എന്ന രീതിയിൽ അഹങ്കരിക്കുകയുമല്ല ചെയ്യുക. എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി എനിക്ക് നൽകിയ ഔദാര്യമാണ്. വിനയാന്വിതനായി നന്ദിയുള്ളവനായി അവൻ മാറും. അത് അയാൾക്ക് ഹൈറാണ്. ഇനി അയാൾ വിചാരിച്ചതുപോലെയല്ല, ആരോഗ്യത്തിന് പകരം രോഗമായി, ലാഭത്തിന് പകരം നഷ്ടമായി, പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലോ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. അള്ളാഹു എനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകും. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു അതുനിമിത്തം പൊറുത്തു തരും എന്ന് മനസ്സിലാക്കി ആ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുവാനുള്ള കരുത്ത് മതത്തിൻ്റെ അടിത്തറയിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പടച്ചവനിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ അത്തരം പ്രതിസന്ധികളെ അതിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്ത് നാസ്തികരുടെ കൂട്ടത്തിൽ പ്രശസ്തരായ താത്വികരും വിപ്ലവകാരികളുമായിട്ടുള്ള ആളുകളുടെ അടക്കം ജീവിതം പരിശോധിച്ചാൽ അവർക്ക് ബാധിച്ച രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ആത്മഹത്യക്ക് വേണ്ടി കൊതിക്കുകയും അതിനുവേണ്ടി സഹോദരങ്ങൾക്ക് കുറിപ്പെഴുതുകയും ഒക്കെ ചെയ്ത നിരവധി ആളുകളുടെ ജീവചരിത്രം നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് മതം പറയുന്നിടത്താണ് മനുഷ്യൻ്റെ ഏറ്റവും നല്ല നന്മയും പുരോഗതിയും എന്ന് കാണുവാൻ സാധിക്കും. സന്തോഷത്തിനും ആഹ്ലാദത്തിനും മതം വലിച്ചെറിയുകയല്ല ചെയ്യേണ്ടത്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഒരു ആമ, ആ ആമയുടെ പുറംചട്ട അതിന് സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ് എന്ന് വിചാരിച്ച് വലിച്ചു നീക്കുവാൻ ശ്രമിച്ചാലോ അതിൻ്റെ സുരക്ഷിതത്വമാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ മതം നിർണയിച്ച അതിർവരമ്പുകൾ ഒരിക്കലും നമുക്ക് പാരതന്ത്രമല്ല, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ല, ആഹ്ലാദത്തെയും സന്തോഷത്തെയും ഇല്ലാതെയാക്കുകയല്ല ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ മതം ഉൾക്കൊള്ളുന്നതിലൂടെ ഓരോരുത്തരും അനുഭവിക്കുന്ന ആഹ്ലാദവും സന്തോഷവും, മതം അംഗീകരിക്കുന്ന വിശ്വാസികൾക്ക് ആർക്കാണ് ആഹ്ലാദത്തിന് മുട്ടുള്ളത്? നമ്മളെല്ലാവരും സന്തോഷിക്കാറുണ്ട്, ആഹ്ലാദിക്കാറുണ്ട്. മതമില്ലാത്ത ആളുകളുടെ ആഹ്ലാദത്തിനും സന്തോഷത്തിനുമൊക്കെ ഒരു തിരിച്ചടിയുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് മതം ഒരിക്കലും ആഹ്ലാദത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും എതിരല്ല. ഇസ്ലാം എന്ന പേര് തന്നെ അർത്ഥമാക്കുന്നത് പോലെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും ആശയങ്ങളാണ് മതത്തിന് മുന്നോട്ട് വെക്കുവാനുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് മതത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷിക്കാൻ ഒരുപാട് നിമിഷങ്ങളുണ്ട്. അപ്പം മതത്തിൻ്റെ ആൾക്കാർക്ക് സന്തോഷമില്ല എന്ന് പറഞ്ഞ് ബേജാറാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കുറേ രാജ്യങ്ങളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നോർഡിക് കൺട്രീസ്, ഈ പറയുന്ന മതമില്ലാത്ത രാജ്യങ്ങൾ, ഫിൻലാൻഡ്, നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, ഇങ്ങനെയുള്ള കുറേ രാജ്യങ്ങളുണ്ട്. അവിടെ ഭയങ്കര സന്തോഷമാണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുകളിലാണെന്നാണ് പറയാം. പക്ഷേ അതേ രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് റേറ്റും ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളും ഒരുപക്ഷെ ആ ലിസ്റ്റിൽ ഏറ്റവും മുമ്പിലുണ്ട്. അപ്പോൾ സന്തോഷം കൂടുമ്പോൾ ആൾക്കാർ ആത്മഹത്യ ചെയ്യും, അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? സന്തോഷം കൂടുമ്പോൾ ആൾക്കാർ ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. മാത്രമല്ല ഇവിടെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ പരീക്ഷണങ്ങൾ വരുമ്പം അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്താണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് മതം നൽകുന്നത്. ഇപ്പോൾ ഈ ഒരു ദുരന്തം വരുമ്പം, ദുഃഖം വരുമ്പം അവിടെ നിങ്ങളുടെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയും നാസ്തികത പ്രചരിപ്പിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അവരോട് നമ്മൾ തിരിച്ചു ചോദിക്കുക, ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണം ഇത് ഒരു പരീക്ഷണമാണ്, ഈ പരീക്ഷണത്തിനുള്ള കൂലി അത് ഞങ്ങൾക്ക് പരലോകത്ത് കിട്ടും, നീതിയുടെ ലോകത്ത് ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ഉരുൾപൊട്ടലിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് എന്ത് ആശ്വാസവാക്കാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു റൗണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇവർ പിന്നെ മൂന്നാമത് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ഒന്നിച്ച് ജീവിക്കുന്നതും അല്ലെങ്കിൽ അവരെ പങ്കാളിയാക്കി വെക്കുന്നതിലൊക്കെ എന്താ തെറ്റുള്ളത്? അതേപോലെ തന്നെ സെക്സ് എന്ന് പറഞ്ഞാൽ, ലൈംഗികത എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പാപമായി കാണുന്നത്? അത് പിന്നെ നമ്മൾക്കുള്ളൊരു ആസ്വാദനമല്ലേ? മാത്രമല്ല ഇപ്പോൾ ഈ നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും മദ്യപിച്ചാൽ എന്താ കുഴപ്പം? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് പിന്നെ ചോദിക്കാറുള്ളത്. അതെ, മതത്തിൻ്റെ നിയമങ്ങളെയും ശാസനകളെയും ഒക്കെ എല്ലാ അർത്ഥത്തിലും ഒരു ബേഡനായി, ഒരു ഭാരമായി കണ്ടുകൊണ്ട് അതിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്കിടയിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നാസ്തികരുടെ ഏറ്റവും വലിയ ഒരു പരാജയം കൃത്യമായൊരു ധാർമ്മിക വീക്ഷണം സമൂഹത്തിന് സമർപ്പിക്കുവാൻ അവരുടെ പക്കലില്ല എന്നുള്ളതാണ്. സെക്സ് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഒക്കെയുള്ളതാണ്, അത് മതം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കണം, ആരുമായിട്ടായിരിക്കണം? സ്വന്തം അമ്മയും സഹോദരിയുമായി അത് ചെയ്യുവാൻ പറ്റുമോ?
പെൺകുട്ടികൾക്ക് അച്ഛനും സഹോദരങ്ങളുമായും സെക്സ് ആസ്വദിക്കുവാൻ സാധിക്കുമോ? നാസ്തികർക്ക് അമ്മയെന്നോ അച്ഛനെന്നോ സഹോദരിയെന്നോ സഹോദരനെന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ല. നിങ്ങൾ നേരത്തെ ആ വിഷയത്തിലുള്ള ക്ലിപ്പ് കണ്ടിട്ടുണ്ടാകും. അഥവാ ഏത് തരത്തിലുള്ള സെക്സ് വേണമെന്നല്ലാതെ ആ സെക്സ് ലൈംഗികത ഏത് രൂപത്തിലായിരിക്കണം, ആരോടായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നൊന്നുമില്ല. അവർക്ക് മനുഷ്യന്മാർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ആ ലൈംഗിക വികാരം തോന്നുന്നത് ഒരു മൃഗത്തോടാണെങ്കിൽ മൃഗരതിയും അവർക്ക് അനുവദനീയമാണ്. അതേപോലെ തന്നെ ഇനി മരിച്ചുപോയ ഒരു ശവശരീരത്തിൻ്റെ അടുക്കൽ വെച്ചിട്ടാണ് രതി മോഹം വരുന്നതെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെട്ട മൃതശരീരത്തോട് പോലും തൻ്റെ കാമം പൂർത്തീകരിക്കുന്നതിൽ യാതൊരു അപാകതയും തെറ്റും കാണാത്ത ആളുകൾ. അപ്പം നിയന്ത്രണമില്ലാത്ത ആസ്വാദനം ദുരന്തമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അവിടെയാണ് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി മതം പറയുന്നത്, വിവാഹം എന്ന വിശുദ്ധമായ മാർഗം വരച്ച് കാണിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും. സൂറത്തുൻ നൂറിലെ 32-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു പറയാൻ, നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. അതേപോലെ തന്നെ അടിമകളായിട്ടുള്ള ആളുകൾക്കും നിങ്ങൾ വിവാഹത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വിവാഹത്തെ പ്രൊമോട്ട് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. യുവ സമൂഹമേ, യുവാക്കളെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് വിവാഹത്തിൻ്റെ ശേഷിയും ത്രാണിയും ഉണ്ടെങ്കിൽ, ഒരു ഇണയെ നിങ്ങൾക്ക് പോറ്റുവാനുള്ള കഴിവുണ്ട്, ശാരീരികമായും സാമ്പത്തികമായും നിങ്ങൾക്കതിന് സാധിക്കുമെങ്കിൽ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞത് പുണ്യമായി പരിചയപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ആണിനും പെണ്ണിനും ഒരുപോലെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഉള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ച ദാമ്പത്യം എന്നുള്ളത്. അതേപോലെ തന്നെ അതിനു വേണ്ടുന്ന വികാരം അള്ളാഹുവിൻ്റെ ദാനമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുർ റൂമിലെ 21-ാമത്തെ ആയത്ത്, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വികാരങ്ങൾ സന്നിവേശിപ്പിച്ചത്, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളുമുള്ള ബന്ധമാണ് വാസ്തവത്തിൽ വിവാഹത്തിലൂടെ നടക്കുന്നത്. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. അവർക്ക് ചില അവകാശങ്ങളുണ്ട്, ചില ബാധ്യതകളും അവർക്കുണ്ട് എന്ന് ഖുർആൻ പ്രത്യേകം ഉണർത്തുകയാണ്. എന്നാൽ വിവാഹേതര ബന്ധങ്ങളാകട്ടെ, മതം വേണ്ട എന്ന് പറയുന്ന ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരുമിച്ച് ജീവിക്കുവാനുള്ള ആ രീതികളൊക്കെയാണ് എങ്കിൽ അവിടെ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഡിസ്പോസിബിൾ സംസ്കാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അഥവാ ആവശ്യം കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു. ആർക്കും ആരോടും പ്രത്യേകിച്ച് യാതൊരു ബാധ്യതകളോ ഉത്തരവാദിത്തങ്ങളോ ഇല്ല. അതിലൂടെ ജനിക്കുന്ന ആ ലൈംഗിക വീഴ്ചയിലൂടെ ബന്ധത്തിലൂടെ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് സ്വാഭാവികമായും അത് ആര് ഏറ്റെടുക്കണം? ആ കുട്ടിയുടെ സംരക്ഷണവും ഉത്തരവാദിത്തവും ആർക്കാ? അവിടെ ആർക്കും ഉത്തരവാദിത്തമില്ല. അങ്ങനെ അച്ഛനില്ലാതെ വളർന്നു വരുന്ന മക്കൾ സമൂഹത്തിന് സാമൂഹികമായ പ്രശ്നങ്ങൾ എത്രമാത്രം ഉണ്ടാക്കുമെന്നത് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞ ഡാറ്റകളല്ല നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു ഗ്രന്ഥവും അതേ ആശയത്തിലുള്ള ഒട്ടേറെ പഠനങ്ങളും ഇതിനകം ലോകം കണ്ടതാണ്. അഥവാ അച്ഛനില്ലാതെ ഒരു പെണ്ണ് മാത്രം, ഒരമ്മ മാത്രം ഒരു കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്ത് വളർത്തിക്കൊണ്ടുവരുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ആ കുട്ടിയുടെ മാനസികമായ വളർച്ചയിൽ, ആ കുട്ടിയുടെ സാംസ്കാരികമായ ധാർമ്മികമായ മേഖലകളിൽ സമൂഹത്തിലുണ്ടാക്കുന്ന അപകടങ്ങളെയും അനർത്ഥങ്ങളെയും ഒക്കെ കുറിച്ച് വിശദമായി അവരൊക്കെയും പഠിച്ച് സമൂഹത്തോട് പറയുമ്പോൾ അത് ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്ലിമായതിൻ്റെ പേരിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആശയങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഉസ്താദ് വാള് പറഞ്ഞതല്ല. അവർ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ്, ലോകത്ത് നിലനിൽക്കുന്ന വസ്തുതകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മതം വേണ്ട എന്ന് വെക്കുന്നതിലല്ല വാസ്തവത്തിൽ നന്മയുള്ളത്. കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കിൻ്റെ അടുക്കലേക്ക് പ്രാണികളും പറവകളും അതിൻ്റെ ആ ശബളിമയിൽ ആകൃഷ്ടരായി പോയി ചെന്ന് അതിൽ ചാടി കരിഞ്ഞു പോകുന്നത് പോലെ മതം വേണ്ട എന്ന് പറയുന്ന ആ മധുരം പുരട്ടിയ വാക്കുകളിലേക്ക് നാം ആകൃഷ്ടരായി പോയി കഴിഞ്ഞാൽ അതിലൂടെ സംഭവിക്കുന്ന അപകടം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. മസലി വ മസലുക്കും കമസലി റജുലിൻ ഔഖദ നാറ. എൻ്റെയും നിങ്ങളുടെയും ഉപമ തീ കത്തിച്ച ഒരു മനുഷ്യനെ പോലെയാണ്. ചൂട് കായാൻ വേണ്ടി, തണുപ്പിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി, വെളിച്ചം കിട്ടാൻ വേണ്ടി തീ കത്തിച്ച ഒരു മനുഷ്യൻ. പക്ഷേ ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫീഹാ, ആ വെളിച്ചത്തിലേക്ക്, ആ തീയിലേക്ക് പരിസരത്തിലുള്ള പാറ്റകളും പറവകളും പ്രാണികളും ചെന്ന് ചാടുകയാണ്. ആ മനുഷ്യനാകട്ടെ ഇവയൊന്നും അതിൽ പെട്ടുപോകാതിരിക്കാൻ അതിനെയെല്ലാം ആട്ടി അകറ്റുന്നുണ്ട്. വഹുവ യദുബ്ബുഹുന്ന അൻഹ. പക്ഷേ അവ ആ തടസ്സങ്ങളെയും നിയന്ത്രണങ്ങളെയും ഭേദിച്ചുകൊണ്ട് ആ തീയിലേക്ക് ചെന്ന് ചാടി അവയുടെ ജീവിതം അവസാനിപ്പിക്കുന്നുവെങ്കിൽ അതുപോലെയാണ് മനുഷ്യരെ ഞാനും നിങ്ങളും തമ്മിലുള്ള ഉപമ. അന ആഖിദുൻ ബിഹുജസിക്കും, നിങ്ങളുടെ അരക്കെട്ടിന് ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട്. പോകല്ലേ, അപകടമാണ്. ആ തിന്മയിലേക്ക് നിങ്ങൾ കുതിച്ചു പോയാൽ സ്വാഭാവികമായും നിങ്ങൾ ആപതിക്കുന്നത് നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും അഗാധമായ ഗർത്തത്തിലായിരിക്കും. ഈ ലോകത്തും നാളെ പരലോകത്തും അത് നഷ്ടമായിരിക്കും എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കുതറി ഓടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്കവിടെ ചേർത്ത് വായിക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് ഇസ്ലാമിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ്. എങ്ങനെയും വസ്ത്രം ധരിക്കാം എന്ന് പറയുമ്പോൾ കൃത്യമായി നമുക്ക് മതത്തിൻ്റെ അനുശാസനകൾ പരിശോധിച്ചാൽ അതിലുള്ള ആനുകൂല്യങ്ങളും നേട്ടങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും. മാന്യമല്ലാത്ത വേഷം ധരിക്കുമ്പോൾ അതിൽ സമൂഹത്തിലുണ്ടാകുന്ന അപകടങ്ങൾ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അനുഭവിച്ച് സങ്കടപ്പെട്ട് കരയുന്ന പെണ്ണിനോടും അതൊരു ഫെമിനിസമായി, സ്വാതന്ത്ര്യമായി, അതേപോലെ തന്നെ പുരോഗമനവാദമായി പറയുമ്പോൾ ഇസ്ലാം വസ്ത്രധാരണത്തെ സംബന്ധിച്ച് കൃത്യമായ ഡ്രസ് കോഡ് ആണിനും പെണ്ണിനുമൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാസ്തികതക്ക്, യുക്തിവാദികൾക്ക്, മതം വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക്, നിരീശ്വരവാദികൾക്ക് എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന വിഷയത്തിൽ കൃത്യമായൊരു മാർഗനിർദ്ദേശം പറയാനുണ്ടോ? അവിടെയാണ് ഖുർആനിൻ്റെ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശങ്ങൾ ഏറ്റവും പ്രസക്തമാകുന്നത്. വസ്ത്രം മാന്യമായിരിക്കണം. മറ്റ് എതിർ സെക്സിനെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രമാകരുത്. അയവുള്ള വസ്ത്രമായിരിക്കണം. നഗ്നത മറയുന്നതായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, ചില സ്ത്രീകൾ അവർ വിലപിടിച്ച വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. ധാരാളക്കണക്കിന് വിലയും അതേപോലെ തന്നെ മീറ്ററുകളുമുള്ള വസ്ത്രം അവർ അണിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ നഗ്നകളാണ്. മറക്കേണ്ട ഭാഗങ്ങൾ മറക്കാത്ത, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ ചാഞ്ഞും ചെരിഞ്ഞും ആ ആളുകളെ തിന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ, അത് ലോകാവസാനത്തിൻ്റെ ലക്ഷണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ അതിൽ നിന്ന് തടയുകയാണ്. അതേപോലെ തന്നെ ആണ് പെണ്ണിൻ്റെയും പെണ്ണ് ആണിൻ്റെയും വസ്ത്രം ധരിക്കുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. ഇങ്ങനെ വസ്ത്രത്തിൻ്റെ മാത്രം ഒരു ഭാഗം നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായി ഓരോ രംഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, മതം പഠിപ്പിക്കുന്ന രീതി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ ആനുകൂല്യം മതമില്ലാത്ത ആളുകൾ പോലും അനുഭവിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത. കമലാ സുരയ്യ, മാധവിക്കുട്ടി എന്ന് പറഞ്ഞ ആ സാഹിത്യകാരി മുസ്ലിം ആകുന്നതിന് മുമ്പ് കേരള കൗമുദിയിൽ എഴുതിയ ഒരു വാചകമുണ്ടായിരുന്നു. ഞാനും അനുരാധ നാലപ്പാടും തിരുവനന്തപുരം ചാല കമ്പോളത്തിലൂടെ രാത്രികാലങ്ങളിൽ നടന്നു പോകേണ്ടി വരുമ്പോൾ പർദ്ദ ധരിക്കുമായിരുന്നു എന്നാണ്, മുസ്ലിം ആകുന്നതിന് മുമ്പ്. എന്താ കാരണം? അവിടെയുള്ള പൂവാലന്മാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ശല്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു സുരക്ഷ കിട്ടാൻ ഞങ്ങൾ കണ്ടെത്തിയ മാർഗം. പരിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ മൂടുപടങ്ങൾ താഴ്ത്തിയിടണം എന്ന് ഖുർആൻ പറഞ്ഞു. ഇസ്ലാമിക വസ്ത്രധാരണം, ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഗുണം എന്താണ് പറഞ്ഞത്? ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുദൈൻ, അവർ ചാരിത്ര ശുദ്ധിയുള്ള, പാതിവൃത്യമുള്ള നന്മയുടെ ആളുകളാണ് എന്ന് തിരിച്ചറിയപ്പെടാനും, ഫലാ യുദൈൻ, അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ, കയ്യേറ്റം ചെയ്യപ്പെടാതിരിക്കാൻ, ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ എന്ന് ഖുർആൻ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ
ഇസ്ലാം പറഞ്ഞ വസ്ത്രദാനത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രദാനത്തെക്കുറിച്ച് അതൊരു പാരതന്ത്ര്യത്തിൻ്റെ മൂടുപടമായി ചിത്രീകരിക്കാൻ പലപ്പോഴും ഇസ്ലാം വിമർശകർ വെമ്പൽ കൊള്ളാറുണ്ട്. സത്യത്തിൽ അത് വിശുദ്ധിയുടെയും ആത്മാഭിമാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും അടയാളമാണ്. സർവോപരി സ്രഷ്ടാവിൻ്റെ കുറ്റമറ്റ മാർഗനിർദ്ദേശങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവസാനമായി മദ്യത്തെ പറ്റി, ലഹരിയെപ്പറ്റി പറഞ്ഞ ആ ഒരു ചെറിയ ഭാഗം കൂടി ഞാൻ ഒന്ന് ടച്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ മദ്യത്തെക്കുറിച്ച് ഉമ്മുൽ ഖബായിസ്, എല്ലാ വൃത്തികേടുകളുടെയും മാതാവ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും പ്രവാചക തിരുമേനി ശപിക്കുകയും അത് മോശപ്പെട്ട ഒരു തിന്മയാണ് എന്ന് സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്തു. മദ്യം ഉണ്ടാക്കുന്ന ആളുകൾ, അത് കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകൾ, അതിൻ്റെ ആനുകൂല്യം പറ്റുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങി 5-8 വിഭാഗം ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി അത് മോശമായി പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. അത് ഒഴിവാക്കണം. ലഹരിയും മദ്യവുമൊക്കെ നിങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിജയം പ്രാപിക്കുവാൻ സാധിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ചെറിയ ഒരു പഫിലൂടെ, ചെറിയ ഒരു സ്മോൾ അടിക്കുന്നതിലൂടെ, കമ്പനി കൂടി മദ്യത്തിൻ്റെയും ലഹരിയുടെയും ആദ്യ അളവ് പകരുന്നതിലൂടെ മുഴുകുടിയന്മാരായി മാറിയ എത്രയോ ആളുകൾ. അതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? മൃഗത്തെ പോലും നാണിപ്പിക്കുന്ന, മനുഷ്യനാണോ മൃഗമാണോ എന്നറിയാത്ത, അഥവാ ദാഹിക്കുമ്പോൾ ഏതെങ്കിലും മൃഗത്തിൻ്റെയും അല്ലെങ്കിൽ മനുഷ്യരുടെയും മൂത്രമാണ് കൊടുക്കുന്നതിൽ അതുപോലും മോന്തി കുടിക്കുന്ന അവസ്ഥയിൽ സ്വയം ബോധവും ബുദ്ധിയും നഷ്ടപ്പെടുന്ന ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിപ്പോകുന്നത് എന്ത് പുരോഗമനമായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക? സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ താൽക്കാലികമായി സങ്കടങ്ങൾ മറന്ന് ഒരാശ്വാസം കിട്ടാനൊന്ന് മദ്യപിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് ചോദിക്കാറ്. വാസ്തവത്തിൽ നമുക്ക് കുറേ കടബാധ്യതയുണ്ട്, അല്ലെങ്കിൽ മക്കളുടെ പ്രയാസങ്ങളെക്കുറിച്ച് വേദനിക്കുന്ന, വിഷമിക്കുന്ന അവസ്ഥകളുണ്ട്. അതിന് മദ്യം കുടിച്ച് അല്പനേരം ഒന്ന് മറന്നുപോയി കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കുന്നുണ്ടോ? അതിൻ്റെ കിക്ക് മാറിക്കഴിഞ്ഞാൽ, ആ ലഹരി വിട്ടുകഴിഞ്ഞാൽ കുറേ കൂടി തീഷ്ണമായി ആ വികാരവും സങ്കടങ്ങളുമൊക്കെ നമ്മളെ അതിജയിക്കും എന്നല്ലാതെ അതൊരു സൊല്യൂഷനല്ല, ഒരു പരിഹാരമല്ല. മറിച്ച് മദ്യം വേണ്ട എന്ന് വെച്ച് ക്രിയാത്മകമായി അതിനോട് ഇടപെടുവാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്, മതം പഠിപ്പിക്കുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾക്കൊന്നിനും പരിഹാരമില്ലാത്തതായിട്ടില്ല. പടച്ചറബിനോട് ആത്മാർത്ഥമായി സങ്കടങ്ങൾ പറയാൻ, പ്രാർത്ഥിക്കാൻ, അവൻ്റെ നിയമങ്ങളും ശാസനകളും അനുസരിക്കാൻ, എല്ലാറ്റിനുമുള്ള പരിഹാരത്തിനായി പടച്ചറബിനോട് നിരന്തരം അടുത്ത് ദുആ ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിക്കും ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമില്ലാതെ ഇല്ല എന്നുള്ള കാര്യമാണ് മതം പഠിപ്പിക്കുന്നത്. അതല്ലാതെ താൽക്കാലികമായി ഒന്ന് തുള്ളിച്ചാടിയത് കൊണ്ടോ, ഒരു വസ്ത്രം അഴിച്ചിട്ടത് കൊണ്ടോ, അതല്ലെങ്കിൽ കുറേ ലഹരി വാരി വിഴുങ്ങിയത് കൊണ്ടോ നമുക്ക് സമാധാനമോ സ്വസ്ഥതയോ ഒന്നും കിട്ടുകയില്ല എന്ന് മാത്രമല്ല, മതം പഠിപ്പിക്കുന്ന ആ മാർഗം എത്രമാത്രം വിശുദ്ധവും സമാധാനവും സന്തോഷവും നൽകുന്നതാണ് എന്ന് പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതിയാണ്. അന്ധമായി മതത്തെ എതിർക്കുന്നതിന് പകരം വിഷയാധിഷ്ഠിതമായി കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും സുഹൃത്തുക്കൾ തയ്യാറാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇവിടെ വളരെ സുപ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞത്, ഈ പറയുന്ന യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നിനും യാതൊരു നിയന്ത്രണവുമില്ല. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്, സ്വന്തം അമ്മയുമായി നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സ്വന്തം അമ്മയുമായും പെങ്ങളുമായും ഒക്കെ ലൈംഗിക ബന്ധം, അല്ലെ, നമ്മൾ പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന നിരീശ്വരവാദികളെല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ് എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു പ്രമാണം ഈ പറയുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾക്കില്ല എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞൊരു കാര്യം, ഈ പറയുന്ന ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള വിവാഹം എന്ന് പറയുന്ന സങ്കല്പത്തിന് എതിരായി ഇവർ പറയുന്ന ഒരു കാര്യമാണ് ലിവിങ് ടുഗദർ. നമുക്ക് ഒന്നിച്ചങ്ങ് ജീവിച്ചാൽ പോരെ, ലിവിങ് ടുഗദർ ആയാൽ പോരെ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ലിവിങ് ടുഗദർ ആയി കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണെന്ന് പറയുമ്പോൾ കണക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പറയുന്ന ലിവിങ് ടുഗദർ ബന്ധങ്ങളിലാണ് ഈ വിവാഹ ബന്ധത്തിനേക്കാൾ മൂന്നിരട്ടി ഡിപ്രഷൻ കാണുന്നത്. അതേപോലെ തന്നെ ഈ ലിവിങ് ടുഗദർ ബന്ധങ്ങളിൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? അവിടെ തന്നെയാണ് ഫിസിക്കൽ അബ്യൂസ്, ഗാർഹിക പീഡനങ്ങൾ, അത് 9 ഇരട്ടി ചില പഠനങ്ങളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവർ പറയുന്ന സൊല്യൂഷൻസ്, വിവാഹം മാറ്റിവെച്ച് അവർ മുന്നോട്ട് വെച്ച സൊല്യൂഷൻ ലിവിങ് ടുഗദർ ആണെങ്കിൽ അതിൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെ മൂന്നാമതായി പറഞ്ഞൊരു കാര്യം, ഈ പറയുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകൾ അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ അതിനപ്പുറം എന്തും ധരിക്കാം എന്ന് പറയുന്ന ആളുകൾ
നേരത്തെ കഴിഞ്ഞ ഒരു സെഷനിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൂസൻ ഫ്രിസ്ക് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, അവർ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ തെളിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രീതിയിൽ അല്പവസ്ത്രം ധരിച്ച ആളുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന കടയുദ്ഘാടനത്തിനൊക്കെ വരുന്ന ചില ആളുകളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കാണുന്ന പുരുഷൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയും, ബ്രെയിനിലൊരു ഭാഗമാണ്. ആ ഭാഗം പ്രവർത്തിക്കുക സാധാരണ എന്തെങ്കിലും ഒരു, ഇപ്പോൾ അവർ പറയാറുള്ളത് ഒരു സ്ക്രൂ ഡ്രൈവർ, നമുക്ക് സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ ഉപയോഗിക്കാൻ തോന്നുമ്പോൾ ആണ് ഈ പറയുന്ന ബ്രെയിനിൻ്റെ ഭാഗം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുക, അവിടത്തേക്ക് സിഗ്നൽ വരിക. അതേ ഭാഗമാണ് ഈ ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ബ്രെയിനിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അഥവാ സിമ്പിളായി പറഞ്ഞാൽ ഈ പറയുന്ന സ്ത്രീകളെ അവരെ ചരക്കുവൽക്കരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അവസാനം ഇതൊക്കെ നമ്മളെ പറഞ്ഞല്ലോ, ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ആളുകളുടെ സാമൂഹിക പ്രതിബദ്ധത എന്താണ്. അതിനുവേണ്ടി ഒരു ക്ലിപ്പ് മാത്രം ഇവിടെ പ്ലേ ചെയ്യുകയാണ്, അത് നമുക്ക് ആദ്യം കണ്ടുനോക്കാം. വീട്ടിലേക്ക് അയക്കേണ്ടത് ഞാനിപ്പോ തിരിച്ചു പോകുമ്പോ ബസ് കയറുമ്പോ ഒരു പ്രായമായ സ്ത്രീ അവിടെ നിൽക്കുകയാണ്, ഞാൻ എഴുന്നേറ്റ് കൊടുക്കണോ വേണ്ടേ? കണിശമായിട്ടും ചെയ്യണം. എന്തിന്? അത് ഇയാള് ചെയ്യേണ്ട കാര്യമല്ല. ഞാൻ എഴുന്നേറ്റ് കൊടുക്കണോ? ഇയാൾ എണ്ണിട്ട് കൊടുക്കുന്നത് ഇയാൾക്ക് ചെയ്താൽ മതി, വേണമെങ്കിൽ ചെയ്താൽ മതി. ചെയ്യണമെന്നില്ല, നിർബന്ധമേ. അയൽവാസി പട്ടിണി കിടക്കുന്നു, ഞാൻ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇടപെടേണ്ട കാര്യമേ ഇല്ല. ഇതെന്ത് ലോകമാണ്? അതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. കണ്ടല്ലോ, അപ്പൊ ഇതാണ് ഇവരുടെ സാമൂഹിക പ്രതിബദ്ധത. ഇവരാണ് നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് മതം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ പ്രളയമുണ്ടായപ്പോഴും മറ്റ് മഹാമാരികൾ ഉണ്ടാകുമ്പോഴും മതം നോക്കാതെ, ആദർശം നോക്കാതെ, മനുഷ്യനെന്നുള്ള പരിഗണനയിൽ ആളുകളെ സഹായിക്കാൻ നിൽക്കുമ്പോൾ അവിടെയും മതത്തെ കുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ഈ നാസ്തികന്മാർ, കണ്ണിൽ ചോരയില്ലാത്ത, മനുഷ്യപ്പറ്റില്ലാത്ത, മനുഷ്യദ്രോഹികളായ ആളുകൾ ചെയ്യുന്നത്. നിങ്ങളുടെ ദൈവം അവിടെ പോയി കിടക്കാൻ, അവിടെ എന്തെങ്കിലും നന്മ ചെയ്യാനും ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുവാനുമല്ല അവർ ശ്രമിക്കാറ്. അവിടെയും നന്മ ചെയ്യുന്ന ആളുകളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി നോക്കും. അതേപോലെ വൃദ്ധരും അവശരുമായിട്ടുള്ള ആളുകളെ പ്രത്യേകം പരിഗണിച്ച മതം മാതാപിതാക്കൾ തന്നെ ആകണമെന്നില്ല, ആരുമാണെങ്കിൽ അവശത അനുഭവിക്കുന്നവരെ പ്രത്യേകം പരിഗണിച്ചാൽ നമ്മൾ നമ്മുടെ ഒരു സഹജീവിയുടെ ആവശ്യത്തിന് വേണ്ടി അധ്വാനിക്കുകയോ കൂടെ പോവുകയോ ചെയ്താൽ അള്ളാഹു അയാളെ സഹായിച്ചു കൊണ്ടിരിക്കും. അയാളുടെ പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ പടച്ചറബ് ഇടപെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ നന്മകൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ച എത്രയോ അധ്യാപനങ്ങൾ മതത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ ഈ പറഞ്ഞ സാമൂഹിക പ്രതിബദ്ധത, മനുഷ്യജീവികളോട്, സഹജീവികളോടുള്ള ഒരു കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ലവലേശം ഇവരുടെ അജണ്ടകളില്ല. നിങ്ങൾ ക്ലിപ്പിൽ കേട്ടതുപോലെ പ്രയാസം സഹിച്ച് തൂങ്ങി നിൽക്കുന്ന വൃദ്ധയായ അല്ലെങ്കിൽ ഗർഭിണിയായ, രോഗിയായ ഒരാൾ ബസ്സിലുണ്ടെങ്കിൽ, ട്രെയിനിലുണ്ടെങ്കിൽ അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണമെന്നൊന്നും ആവശ്യമില്ല, അത് കൊടുക്കണ്ട. ഇങ്ങനെ പറയുന്ന ആളുകളെ പുരോഗമനവാദികളും സമൂഹത്തിൽ ആവശ്യമുള്ളവരുമായിട്ട് ആരെങ്കിലും കാണുന്നുവെങ്കിൽ അവർക്കാണ് തകരാറ് എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.